2012 ജൂലൈ 25-നാണ് മാനാഞ്ചിറയ്ക്കു സമീപമുള്ള 3.82 ഏക്കർ സ്ഥലവും ഫാക്ടറിയുടെ അനുബന്ധ കെട്ടിടങ്ങളും സർക്കാർ ഏറ്റെടുക്കുന്നതിന് നിയമസഭ ബിൽ പാസാക്കിയത്. ഒരു വർഷം പിന്നിട്ടിട്ടും ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചിട്ടില്ല. ഇതിനിടെ 1.23 ഏക്കർ ഭൂമി പ്യൂമിസ് പ്രൊജക്ട് ലിമിറ്റഡിന് വിറ്റു. ഭൂമി വിൽക്കരുതെന്ന ജില്ലാ കലക്ടറുടെ ഉത്തരവ് നിലനിൽക്കെയാണ് ഇപ്പോൾ 40 സെന്റ് ഭൂമി സ്വകാര്യ വ്യക്തിക്ക് വിൽപ്പന നടത്തിയത്. വിൽപ്പന നടത്തിയ ഭൂമി ഏറ്റെടുക്കുമ്പോൾ കമ്പോള വില നൽകുമെന്നും ഇതിന് പേയ്മെന്റ് ഓഫീസറെ നിയമിക്കുമെന്നും ബില്ലിൽ വ്യവസ്ഥയുണ്ട്. കോം ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിലുള്ള 2 ഏക്കറിൽ കുറഞ്ഞ സ്ഥലം 5 കോടി രൂപയ്ക്ക് സർക്കാർ ഏറ്റെടുക്കുമ്പോൾ വിൽപ്പന നടത്തിയ ഏകദേശം ഇതേ വിസ്തൃതിയിലുള്ള ഭൂമിക്ക് മാത്രമായി സർക്കാർ 38 കോടിയിലധികം നഷ്ടപരിഹാരം നൽകേണ്ടി വരും. നഗരത്തിന്റെ കണ്ണായ സ്ഥലത്താണ് ഭൂമി എന്നതാണ് സ്വകാര്യ സംരംഭകരെ ആകർഷിക്കാൻ കാരണം. ഇപ്പോൾ ആധാരം രജിസ്റ്റർ ചെയ്ത് ഗവൺമെന്റിന്റെ ഖജാനാവിലെ പണം ദുരുപയോഗപ്പെടുത്തി കൊള്ളലാഭമുണ്ടാക്കുന്ന ഭൂമാഫിയ കച്ചവടക്കാരെ നിലയ്ക്ക് നിർത്തുന്ന രീതിയിൽ ഗവൺമെന്റ് ശക്തമായ നടപടി ഈ രംഗത്ത് കൊണ്ടുവരണം. AITUC, INTUC, BMS എന്നീ സംഘടനകളാണ് സമരരംഗത്തുള്ളത്. തൊഴിലാളികളെയും സ്ഥാപനത്തെയും സംസ്ഥാന വ്യവസായ വികസന കോർപ്പറേഷന് കീഴിൽ കൊണ്ടുവന്ന് വ്യവസായ മ്യൂസിയം നിർമ്മിക്കാനുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയിട്ടുള്ളത്. മീഡിയ 1 കോഴിക്കോട്.